നമസ്കാരം. ഒരു മനുഷ്യൻ എങ്ങനെയാകരുത് എന്നതിന്റെ ചില ഉദാഹരണങ്ങൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ചില സോഷ്യൽ മീഡിയ പേജുകളുടെ വാർത്തയ്ക്കും വീഡിയോയ്ക്കും താഴെ കണ്ടുവരികയാണ്. അതിന്റെയൊക്കെ ഉടമസ്ഥർ ഇവിടുത്തെ CPM അനുഭാവികളാണ്, അല്ലെങ്കിൽ CPM അനുഭാവികൾ എന്ന് നടിക്കുന്നവരാണ് എന്നതാണ് ഏറെ ദുഃഖകരം. കാരണം അവരുടെ പാട്ട് മനുഷ്യനാകണം മനുഷ്യനാകണം എന്നാണ് പാടുന്നത്. മനുഷ്യനാകട്ടെ, ആകാൻ പറ്റില്ല നോക്കട്ടെ, ഒരു മൃഗമെങ്കിലും അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് ആകണമെന്നാണ് എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ സഖാക്കളാണ് അത് എഴുതിയെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത്. കാരണം അവിടെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നത് ഒരു അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയാണ്. നമ്മുടെയൊക്കെ അമ്മയുടെ പ്രായം തന്നെയാണ് അവർക്കുള്ളത്. ഉമാ തോമസിന് കലൂർ സ്റ്റേഡിയത്തിൽ അത്രയും വലിയൊരു ചടങ്ങുണ്ടാക്കുമ്പോൾ അവിടുത്തെ ഒരു വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ്, യാതൊരു സംശയമില്ല. കുറച്ചേറെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് മനുഷ്യനെന്നും മനുഷ്യന്റെ ആയുസിനെ കുറിച്ചും നമ്മുടെ പ്രയാസങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കുന്നല്ലോ. കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു ലൈവ് ചെയ്തിരുന്നു, ഏകദേശം 1 മണിക്കൂർ നീണ്ടു നിന്ന. അതിൽ ചില പ്രസക്ത ഭാഗങ്ങളൂടെ ഇവിടെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സമാധാനമാവില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സുരക്ഷാ വീഴ്ച എന്ന് ഞാൻ പറഞ്ഞത്, അത്രയും ഉയരത്തിലൊരു വേദി കെട്ടുമ്പോൾ ആ വേദിയിൽ നിന്ന് ഒരാൾ കാലിടറി വീഴാൻ ഒരു സാധ്യതയുണ്ട് എന്നത് മുൻകൂട്ടി കാണണം. അവിടെ ഒരു റിബൺ വലിച്ചു കെട്ടലല്ല, റിബൺ വലിച്ചു കെട്ടുന്നത് നിലത്താണ്. അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് എന്ന്. അവിടെ കസേര ഇടുന്നത്, ഇനി അഥവാ അത്തരത്തിൽ ഒരു ഉയരത്തിൽ ഒരു സ്റ്റേജ് കെട്ടിക്കഴിഞ്ഞാൽ പകുതിക്ക് പിന്നാമ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു 1/2 ഭാഗത്തേക്ക് മാത്രമേ ആൾക്കാരെ ഇരുത്താൻ പാടുള്ളൂ. അഥവാ കാലിടറിയാലും ആ വേദിയിൽ തന്നെ കിടക്കണം. ഇത് യാതൊരു ബാരിക്കേഡും അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പൊ വാർത്തകൾ വരുന്നു, അതിന്റെ സംഘാടകർക്കെതിരെ, ആ പന്തൽ നിർമ്മിച്ചവരെയൊക്കെ കേസെടുക്കും എന്നുള്ളത്. സത്യത്തിൽ അവർക്കെതിരെ അല്ല കേസെടുക്കേണ്ടത്, അതിന് അനുമതി കൊടുത്തവരുണ്ട്. അതിന്റെ സുരക്ഷാ കാരണങ്ങളൊക്കെ കൃത്യമായി പരിശോധിച്ച് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നു, ശരിയായ വിധമാണ് കാര്യങ്ങൾ എന്ന് മുഴുവൻ വെരിഫൈ ചെയ്തുകൊണ്ട് അതിന് അപ്രൂവൽ കൊടുത്തിട്ടുള്ള അധികാരികളുണ്ട്. ഈ സർക്കാരിന്റെ പ്രതിനിധികൾ, അവരുടെ ശമ്പളം പറ്റുന്നവർ, എന്റെയും നിങ്ങളുടെയും ശമ്പളം പറ്റുന്നവർ, അവരാണ് അതിന്റെ കുറ്റക്കാർ. അവർ പറയണം, ഇതുവഴി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ആളെ തലയും കുത്തി താഴെ പോകും, അതുകൊണ്ട് ഇത് പറ്റില്ല, ബാരിക്കേഡ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ സ്റ്റേജ് വേറെ കെട്ടിക്കോ, അല്ലെങ്കിൽ നിലത്തേക്ക് ഇറങ്ങിക്കോ. എന്താ ഇത്രയും വലുപ്പത്തിൽ ഇത്രയും ഉയരത്തിൽ തന്നെ വേണമെന്ന് എന്തരത്ര വാശി? അങ്ങനെയാണെങ്കിൽ അത്ര ഉയരത്തിൽ അതിന് സുരക്ഷിതമായ വിധത്തിൽ കാര്യങ്ങൾ ഒരുക്കിയിരിക്കണം. ഇതൊരു ഗിന്നസ് റെക്കോർഡിലേക്കുള്ള ഒരു ചടങ്ങ്. ഉമാ തോമസ് നിലത്ത് വീണതിന് ശേഷം പരിപാടി നിർത്തിവെച്ചില്ല എന്ന ചില ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. നിർത്തിവെക്കണമെന്നില്ല. വെച്ച് കഴിഞ്ഞാൽ ഉമാ തോമസിന്റെ ജീവിതത്തിന് ഒരുപക്ഷെ ഗുണം കിട്ടുമെന്നുള്ളൊരു അഭിപ്രായവുമില്ല. അത് വിദഗ്ധ ചികിത്സ കിട്ടും. ഞാൻ ഇന്നലെ ഈ വാർത്ത അറിഞ്ഞു, പക്ഷെ വാർത്ത ചെയ്യേണ്ടെന്ന് വെച്ചതാണ്. കാരണം ഒരു വിഷമമാണ്, ഒരു അപകടമാണ്. അപകട വാർത്തയെ വിറ്റ് പണമുണ്ടാക്കേണ്ട, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട എന്ന നിലയിൽ മാറി നിന്നപ്പോഴാണ് ചില കമന്റുകൾ കാണാനിടയായത്. വളരെ ക്രൂരമായ കമന്റുകൾ. വിധിയെ പോയാൽ പോരെ, ഇത്ര ആവേശം എന്താ, അത് അങ്ങനെ തന്നെ വരണം, ദൈവം കൊടുത്ത ശിക്ഷയാണ്, ഇങ്ങനെ ഒട്ടേറെ കമന്റുകൾ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് നമുക്കും വരാം. ഞാൻ നിങ്ങളോട് ഉദാഹരണം പറയട്ടെ. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്നവരാണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നവരാണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ കടത്തിൽ വലയുന്നവരാണ്. നിങ്ങൾക്ക് ഞാനൊരു സൊല്യൂഷൻ തരട്ടെ, അതിനുശേഷം ഞാൻ ഇതിന്റെ ബാക്കി പറയാം. നിങ്ങൾ ഇന്നലെ ഉറങ്ങിയില്ലേ? ഉറങ്ങിക്കഴിഞ്ഞു, സുഖമായിട്ട് ഉറങ്ങി. ഒരുപക്ഷെ നിങ്ങളുടെ കടം കൊണ്ട്, നിങ്ങളുടെ പ്രയാസം കൊണ്ട്, നിങ്ങളുടെ ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങൾക്ക് ഉറക്കം വന്നില്ലായിരിക്കാം ഇന്നലെ. പക്ഷെ വൈകിയെങ്കിലും നിങ്ങൾ ഉറങ്ങിയപ്പോ പിന്നെ നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ? ഇല്ല. നിങ്ങളുടെ കടത്തെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് നിങ്ങൾക്കറിയില്ല, നിങ്ങളുടെ പ്രയാസങ്ങളെ കുറിച്ച് നിങ്ങൾ അറിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ, കുട്ടികൾ, മാതാപിതാക്കൾ, മറ്റുള്ളവർ, സുഹൃത്തുക്കൾ, നിങ്ങളുടെ സ്വത്തുവകൾ ഒന്നിനെക്കുറിച്ചും നിങ്ങൾക്കറിയില്ല. ഒന്നും അറിയാതെ നിങ്ങൾ ഉറങ്ങി. രാവിലെ ഉണർന്നെഴുന്നേറ്റപ്പോഴല്ലേ ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വന്നത്? അതിനുമുമ്പ് എന്തെങ്കിലും ഓർമ്മ ഉണ്ടായിരുന്നോ? ഇല്ല. ഇതാണ് മനുഷ്യൻ. നിങ്ങളൊന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ തീർന്നു. അതായത് നിങ്ങളൊന്ന് മരിച്ചു കഴിഞ്ഞാൽ തീർന്നു. ലോകം അതേപടി തന്നെ ഉണ്ടാകും. നിങ്ങൾ എന്തായാലും ഉറങ്ങിയപ്പോഴും ലോകം ഇതേവഴി ചലിച്ചു. എല്ലാവരും ഒരുപോലെ ജീവിച്ചു. അവരുടെ കാര്യങ്ങളൊക്കെ അതുവഴിക്ക് തന്നെ നടന്നു. ഒരു മാറ്റവും സംഭവിച്ചില്ലല്ലോ. ഉമാ തോമസിന്റെ ജീവിതവും അത് തന്നെ. ഉമാ തോമസ് അവിടെ അപകടത്തിൽപ്പെട്ടു, ആശുപത്രിയിലായി. ആ നൃത്തം, മറ്റു കാര്യങ്ങളെല്ലാം അതിന്റെ വഴിക്ക് തന്നെ നടന്നു. എല്ലാം അതിന്റെ കോലത്തിൽ പോയി എന്ന് പറയുമ്പോൾ തന്നെ ഒരു മനുഷ്യനും ഇവിടെ ഒരു വിലയില്ല എന്നത് മനസ്സിലാക്കണം. നമ്മുടെ ജീവന് വലിയ പ്രാധാന്യമൊന്നുമില്ല, പക്ഷെ നമുക്ക് പ്രാധാന്യമാണ്. നമ്മൾ ഓരോരുത്തർക്കും പ്രാധാന്യമാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജീവിക്കാൻ കിട്ടിയ ഒരു അവസരമാണ്. ആ അവസരം പരമാവധി മറ്റുള്ളവരുടെ ശാപവാക്കുകൾ കേൾക്കാതെ, മറ്റുള്ളവരെ ചീത്തപ്പേര് കേൾപ്പിക്കാതെ ജീവിച്ചു പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഞാൻ പഠിപ്പിക്കുന്നതും. എന്റെ വീഡിയോകളിൽ നിങ്ങൾക്ക് ആ വിധത്തിൽ മറ്റേതെങ്കിലും വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ഒരു വീഡിയോ പോലും കാണാൻ കഴിയില്ല. അത് അതുകൊണ്ടാണ്. ഇവിടെ എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഖാക്കളോട് പറയാനുള്ളത്, ആശയപരമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സംവാദങ്ങളിൽ എതിർപ്പുണ്ടാകാം. അത് ഞാനും നിങ്ങളുമാകാം, ഉമാ തോമസും നിങ്ങളുമാകാം, കോൺഗ്രസും നിങ്ങളുമാകാം, BJP നിങ്ങളുമാകാം, ആരുമായിട്ടുമാകാം. നിങ്ങളും തന്നെയാകാം, സുഹൃത്തുക്കളാകാം, ബന്ധുക്കളാകാം. പക്ഷെ അതൊക്കെ
ആ ആശയപരമായിട്ട് അല്ലെങ്കിൽ ആ അഭിപ്രായത്തോട് മാത്രമായിരിക്കണം. അല്ലാതെ ഇപ്പൊ കാണിക്കുന്നത് പോലെ ഉമാ തോമസ് എന്ന് പറയുന്ന നമ്മുടെയൊക്കെ മാതാവിന്റെ അതേ പ്രായമുള്ള ഒരു വനിത, ഒരു മധ്യവയസ്ക ആ ചടങ്ങിൽ, ആ മനോഹരമായ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന് അവർക്ക് കാലിടറി 10-15 അടി താഴേക്ക്, ആ വേദിയിൽ നിന്ന് താഴേക്ക് വീണപ്പോ അത് നോക്കി ചിരിച്ച് അങ്ങനെ തന്നെ വേണമെന്ന് നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് എത്രത്തോളം ദുഷിച്ചു പോയിട്ടുണ്ട്, എത്രത്തോളം വിഷം കലർന്നതാണ് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കണം. എന്നിട്ട് നിങ്ങൾ ഇന്ന് പോയി കിടന്ന് ഉറങ്ങണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നന്നായിട്ടൊന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ഉറക്കമെഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഉറക്കത്തിൽ ഞാൻ ആരായിരുന്നു, ഞാൻ എന്ത് ചിന്തിച്ചു, ഞാൻ എന്ത് പ്രവർത്തിച്ചു, എനിക്ക് വല്ലതും ഓർമ്മ ഉണ്ടായിരുന്നോ എന്ന്. ഇത് തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ. നിങ്ങൾ പോകുമ്പോൾ, നിങ്ങൾ മരണപ്പെട്ടു പോകുമ്പോൾ നിങ്ങളെക്കുറിച്ചും ആൾക്കാർ സംസാരിക്കും, ഇയാൾ അന്ന് ഇങ്ങനെയായിരുന്നു, അയാൾ ഇങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോ ആരെങ്കിലും, ഏതാനും കുറച്ചു പേരിലെങ്കിലും കുറച്ച് നല്ല വാക്കുകൾ പറഞ്ഞിട്ട് പോണ്ടേ? അപ്പോൾ അതിനുവേണ്ടി കൂടി ആയിരിക്കണം നമ്മുടെ പ്രതികരണം. നമ്മുടെ ഓരോ പ്രതികരണവും മറ്റുള്ളവർ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഉമാ തോമസിന്റെ കാര്യം ഇന്നിപ്പോ അറിയുന്നത് വെന്റിലേറ്ററിലാണ്, പക്ഷെ അപകടനില തരണം ചെയ്തു എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നുള്ള ട്വീറ്റ് കാണുമ്പോൾ മനസ്സിലാകുന്നത്. സത്യത്തിൽ ഇന്നലത്തെ അപകട വിവരം അറിയുമ്പോൾ കുറച്ച് ഭയമുണ്ടായിരുന്നു. കാരണം മുഖമടിച്ചാണ്, തലയിടിച്ചാണ് വീണത് എന്ന് പറയുന്നുണ്ട്. തലയിടിച്ച് വീണിട്ടുണ്ടെങ്കിൽ തലച്ചോറിന് വലിയ ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ല എന്നുള്ളത് വസ്തുതയാണ്. അതൊരു ഭയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ ഒന്നും പറയാതിരുന്നത്. രാഷ്ട്രീയമായി ആര് എങ്ങനെയൊക്കെ ആയാലും, ഒരുപക്ഷെ ശത്രുക്കളായാലും എന്തായാലും, ഒരു മനുഷ്യനെന്ന നിലയിൽ മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരുടെ ആപത്തിൽ അവർ സഹായിക്കാനുമുള്ള മനസ്സുണ്ട്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാതിരുന്നത്. ഏതായാലും ഇന്ന് രാവിലെ കിട്ടുന്ന വിവരം ശുഭസൂചകമാണ്. ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു, കുഴപ്പമില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. പക്ഷേ അപകടം ഗുരുതരമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇത്ര വലിയ ഒരു പരിപാടി നടക്കുമ്പോൾ, ഇത്രയും ഈ വിധത്തിൽ ഒരു സ്റ്റേജ് കെട്ടിപ്പൊക്കുമ്പോൾ അതിന് മാന്യമായ സുരക്ഷ ഒരുക്കിയില്ല എന്നുള്ളതാണ്. അത് വലിയൊരു ദുരന്തം തന്നെയാണ്. അതിന് സർക്കാരിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ ശരിക്കും പരിശോധിക്കണം. അവിടെ ആരെങ്കിലും അടിച്ചാലോ കള്ളു കുടിച്ചാലോ ബഹളം വെച്ചാലോ മാത്രമല്ല, ഇത്തരത്തിൽ ദുരന്തങ്ങൾ സംഭവിച്ചാലും വരാം. ഉമാ തോമസ് ഒരേ ഒരാൾ അവിടെ നിന്ന് താഴേക്ക് കൊഴിഞ്ഞു ചാടി, വലിയ അപകടം പറ്റി. എടുത്തുകൊണ്ട് പോകാൻ സ്ട്രെച്ചർ ഞാൻ കണ്ടില്ല. സ്ട്രെച്ചർ ഇല്ലാതെ കയ്യിലും കാലിലും തൂക്കി എടുത്തു കഴിഞ്ഞാൽ അപകടം കൂടും, അത് മരണത്തിന് ഒരു പക്ഷേ കാരണമാകും. അതൊക്കെ അറിയാമായിട്ടും അവിടുത്തെ മെഡിക്കൽ സംവിധാനം, ആംബുലൻസ് അടക്കം അവിടെ ഒരുക്കിയിട്ടും അത്തരത്തിലൊരു സ്ട്രെച്ചറോ മറ്റു കാര്യങ്ങളോ ഒരു അപകടം ഉണ്ടായാൽ, ഒരാൾക്ക് അപകടം ഉണ്ടായിട്ട് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? എത്രയോ സ്ഥലത്ത് ഗാലറികൾ പൊളിയുന്നു, എത്രയോ സ്ഥലത്ത് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു, ആക്സിഡന്റുകൾ ഉണ്ടാകുന്നു, മറ്റു പലതും ഉണ്ടാകുന്നു. ഒത്തിരി പേരുടെ ജീവനും ജീവിതവും അപകടത്തിലാകുന്നു. അവിടെയൊക്കെ എല്ലാ കാര്യങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുന്നുവെങ്കിൽ ഇവിടെ ഇത്രയും ആയിരക്കണക്കിന് 10-50,000 1 ലക്ഷത്തിന് അധികം ആൾക്കാരോട് ഒരുമിച്ച് കൂടുന്ന അത്രയും വലിയൊരു വേദിയിൽ ആയിരക്കണക്കിന് നർത്തകർ തന്നെ അവിടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വേദിയിൽ സകല മാധ്യമപ്രവർത്തകരുടെ മുന്നിലൂടെയാണ് ഇവർ വീഴുന്നത് എന്ന് മനസ്സിലാക്കണം. അവിടെ നടന്നു പോകുമ്പോൾ ബാരിക്കേഡാണെന്ന് കരുതി അവർ ബാലൻസ് ചെയ്യാൻ വേണ്ടി റിബണിൽ പിടിക്കുന്നു. ആ റിബണും കൊണ്ട് നേരെ തല കീഴെയായി താഴെ വീഴുന്നു. ഇങ്ങനെയാണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഒരു വലിയ ദുരന്തമാണ്. അവരുടെ ജീവിതം നമുക്ക് വിലപ്പെട്ടതാണ്. നമ്മളെക്കാളും കൂടുതൽ അവർക്ക് വിലപ്പെട്ടതാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ലോകത്ത് ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. ഇനിയൊരു തിരിച്ചറിവ് നമുക്കില്ല, നമുക്ക് ആർക്കുമില്ല, എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല, ഇവരുടെ അപകടം കണ്ട് സന്തോഷിക്കുന്ന സഖാക്കൾക്കുമില്ല, സൈബർ സഖാക്കൾക്കുമില്ല, ആർക്കുമില്ല. മനസ്സിലാക്കണം. ഒരു പാട്ട് പാടുന്നുണ്ടല്ലോ, ചോരയിൽ മുങ്ങിയ ചോരയിൽ പൊങ്ങിയ ചോരച്ചാലുകൾ നീന്തിക്കയറിയ ധീരന്മാരുടെ പ്രസ്ഥാനം. പോത്തനെ ഏർത്ത ചോരന്റെ കാര്യമല്ല നിങ്ങൾ പറയുന്നത്, മനുഷ്യനെ കൊന്നൊഴുക്കിയ ചോരയുടെ കഥയാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ ചോരച്ചാലുകൾ നീന്തി, അങ്ങനെ ചോരച്ചാലുകളിൽ കുളിച്ചു കയറുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉമാ തോമസിന്റെ തല പൊട്ടി പുറത്തേക്ക് എടുക്കുന്ന ചോര നിങ്ങൾക്കൊരു ആനന്ദമാണ്, കർണദായകമായ ശബ്ദമാണ് അവരുടെ നിലവിളി, അതുപോലെ അവരുടെ കാഴ്ചകൾ സ്വർഗീയ കാഴ്ചകളാണെന്ന് നിങ്ങൾ പറയുന്നതിൽ എനിക്ക് അത്ഭുതവും തോന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇനിയും കമന്റുകൾ എഴുതണം. അത്തരത്തിൽ വീഡിയോകളുടെ താഴെ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ കുറിച്ചും നിങ്ങളുടെ കുടുംബക്കാരെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും നിരത്തി ഇങ്ങനെ എഴുതണം. എന്നിട്ട് നിങ്ങൾ അതിൽ നോക്കി ആനന്ദിക്കണം. നാളെ നിങ്ങളുടെ ശരീരം ഇതുപോലെ മറ്റൊരു അവസ്ഥയിൽ കിടക്കുമ്പോൾ മറ്റുള്ളവർക്ക് ആനന്ദിക്കാൻ വേണ്ടി. Different angles. Don't forget to subscribe and support this channel.